നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ മകര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് ഇടവത്തിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനത്തിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ്. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടും പത്മമഹാപുരുഷത്തിലെ മാളവ്യോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും കലാരംഗത്തൊക്കെ പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ യോഗമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. വിനോദയാത്രകൾ, അതേപോലെ നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മകരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ജന്മത്തിലാണ് ഇത്തിരി വ്യാഴപ്പഴമുണ്ട്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് മകരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. സർവാഭിഷ്ട സ്ഥാനത്താണ് കർമാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അപ്പോൾ ലാഭസ്ഥാനത്ത് കർമാധിപതി ഇരിക്കുന്ന കാരണം തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിലിലെ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള നേട്ടങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതാണ്. അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു ആയതുകൊണ്ട് ഇടയ്ക്ക് തൊഴിൽ മേഖലയിൽ ചെറിയ തടസ്സങ്ങളോ ഒക്കെ വരാൻ, ചെറിയ മുടക്കങ്ങളോ ഒക്കെ വരാനുള്ള യോഗമുണ്ടെങ്കിലും കർമാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരികയും ചെയ്ത കാരണം തൊഴിലിൽ ഉയർച്ചയും അഭിവൃദ്ധിയും തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഭവന സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് നിൽക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം, വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വത്ത് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വഴി സംബന്ധമായിട്ടോ അതിർത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും നേട്ടങ്ങൾ അനുഭവിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. എന്നാൽ മിഥുനൻ രാശിയുടെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഗുണം പറയാൻ പറ്റില്ല. കാരണം എന്നാൽ ദൈവാധീനക്കുറവുണ്ട്, വ്യാഴപ്പഴവ്, സാധനവന്ധ്യ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. കർമാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗമുള്ളത്. എന്നാലും ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ യോഗമുണ്ട്. പക്ഷേ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. വ്യാഴപ്പഴമുള്ള കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അപ്രിയമായിട്ട് സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 2ാം ഭാവത്തിൽ ആദ്യം നിൽക്കുന്നത് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമല്ല. നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴുത്ത് വേദന പോലെയുള്ള കാര്യങ്ങൾ, കാലിൻ്റെ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്ത് ഉള്ള വേദന, ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നല്ല പരിഹാരങ്ങൾ ക്ഷേത്ര സംബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.